ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികളിലെ തമ്പ് സക്കിംഗ് ആണ്. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കുട്ടികൾ തമ്പ് സക്ക് ചെയ്യുന്നത്, അത് ചെയ്താലുള്ള പ്രശ്നം, അത് എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്, ഏത് പ്രായത്തിലാണ് ചികിത്സിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ സ്ലോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് 1.5 കണ്ടാൽ മതി. അതുപോലെ നമ്മുടെ പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടാം. വരും ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ വലിയ ടോപ്പിക്കുകൾ ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. കൂടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിലും പറയാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റാറ്റ് പേൾസിലെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആർട്ടിക്കിളാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആർട്ടിക്കിളാണ്. 2026 ഏപ്രിൽ 18 അപ്ഡേറ്റ് ചെയ്തത്. അതായത് 1-2 മാസം മുമ്പ് അപ്ഡേറ്റ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കുട്ടികൾ തമ്പ് സക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ്. അവർക്കൊരു കംഫർട്ടാണ്, അതുപോലെ തന്നെ അത് കുട്ടിക്ക് നൽകുന്ന ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, അതുപോലെ ഇമോഷണൽ റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് സ്ട്രെസ് വരുമ്പോൾ ആ സ്ട്രെസ്സിനെ കോപ്പപ്പ് ചെയ്യാൻ അവർ കണ്ടുപിടിക്കുന്ന ഒരു വഴിയാണ്. അപ്പം ആ കുട്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇത്തരം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി അറിയാതെ ആ കുഞ്ഞ് ചെയ്തു പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ കുഞ്ഞിനെ ആ കുഞ്ഞോട് ദേഷ്യപ്പെടുകയോ അടിക്കുകയോ ചെയ്യേണ്ട ഒന്നല്ല, നമുക്കത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ കുട്ടി തമ്പ് സക്ക് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന്റെ തലച്ചോറിൽ ഓക്സിറ്റോസിന്റെ റിലീസ് ഉണ്ടാവും. അതാണ് ആ കുട്ടിക്ക് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു കംഫർട്ട് നൽകുന്നത്. ഓക്കെ, ശരി. ഇനി എന്താണ് ഈ തമ്പ് സക്കിങ്ങിന്റെ എഫക്റ്റ്? എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മാലക്ലൂഷൻ ആണ്. മാലക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പല്ലിങ്ങനെ മുകളിൽ കൂടി നിൽക്കുന്ന അവസ്ഥ, പല്ല് പൊന്തി പോവുക, അതുപോലെ പല്ലിങ്ങനെ ക്രൗഡായിട്ട് വരിക. അതാണ് നമ്മൾ ഒന്നാമത്തെ പ്രശ്നം. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പല്ല് പൊന്തുന്ന എഫക്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര പല്ല് പൊന്തി വരുന്ന, അതൊക്കെ ശരിക്കും വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 3-4 വയസ്സിന് ശേഷവും ഇത് ചെയ്യുന്ന കുട്ടികൾക്കാണ്. നിങ്ങളെ കുട്ടിക്ക് ഇപ്പോൾ ഒരു 6 മാസമോ 10 മാസമോ 1 വയസ്സോ സമയത്ത് ഒന്ന് തമ്പ് സക്ക് ചെയ്തു എന്ന് വിചാരിച്ച് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല, ഒരു കാര്യം പറയാനുള്ളത്, കുട്ടിയുടെ പെർമനന്റ് ടീത്ത് വന്നിട്ടും തമ്പ് സക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് 6, 7, 8 വയസ്സിന് ശേഷം തമ്പ് സക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതൽ പെർമനന്റ് ആയിട്ടുള്ള പ്രശ്നം വരിക. പക്ഷെ 3 വയസ്സിന് ശേഷം തൊട്ട് പല്ല് ഒന്നി തുടങ്ങാം, 4 വയസ്സൊക്കെ ആകുമ്പോൾ ഒന്നി തുടങ്ങാം. പക്ഷെ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക പെർമനന്റ് ടീത്ത് വന്നിട്ടും തമ്പ് സക്ക് ചെയ്യുന്നവർക്കാണ്. മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ മോണയിലെ വളർച്ചയിൽ വ്യത്യാസം വരിക എന്നുള്ളത്. മൂന്നാമത്തെ പ്രശ്നമാണ് കുഞ്ഞിന്റെ ഫിംഗറിൽ പാരനൈക്കി, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം, നെയിൽ കേട് വരാം, ഇവിടെ തയമ്പ് വരാം. അതാണ് മൂന്നാമത്തെ പ്രശ്നം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ പല്ല് ഉന്തുന്നത് തന്നെയാണ്. പക്ഷെ പല്ല് ഉന്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുഞ്ഞു കുട്ടി, ഒരു മാസം 10 മാസമോ 6 മാസമോ അല്ലെങ്കിൽ 1 വയസ്സോ 2 വയസ്സോ ഒക്കെ ഉള്ള കുട്ടി തമ്പ് സക്കിങ് ചെയ്യും. ആ കുട്ടിക്കൊന്നും അപ്പോൾ പല്ല് പൊന്തൊന്നുമില്ല, നിങ്ങളത് കണ്ട് പേടിക്കണ്ട. 3-4 വയസ്സിന് അപ്പുറത്തോട്ട് ചെയ്യുന്ന കുട്ടികൾക്കാണ് കാര്യമായ ഒരു മാലക്ലൂഷനൊക്കെ വരിക. അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴാണ് എൻ്റെ കുട്ടിക്ക് തമ്പ് സക്കിങ് ശീലമുണ്ട്, ഞാൻ എപ്പോഴാണ് അതിന് ചികിത്സ തേടേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് ഇടപെടേണ്ടത്? അത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം കുഞ്ഞുങ്ങളുടെ തമ്പ് സക്കിങ് സ്വഭാവം പ്രായമനുസരിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യം, 5 മാസം പ്രായമുള്ള ഒരു സമയത്ത് ഏകദേശം 82% കുട്ടികളും തമ്പ് സക്കിങ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു 5 month old ബേബി തമ്പ് സക്ക് ചെയ്യാന്ന് വെച്ചാൽ വളരെ കോമൺ ആണ്, ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, അതൊരു പ്രശ്നമല്ല, നിങ്ങൾ കാര്യമാക്കണ്ട. അങ്ങനെ ആ കുഞ്ഞിന്റെ പ്രായം 15 മാസം, ഏകദേശം 1.5 വയസ്സാകുമ്പോൾ ആ 85 എന്നുള്ളത് 60% കുട്ടികളായി കുറയും. അതായത് കുറെ കുട്ടികൾ 1.5 വയസ്സാകുമ്പോഴത്തിന് ആ ശീലം മാറും. എന്നാലും ഭൂരിപക്ഷം കുട്ടികൾക്കും 1.5 വയസ്സിലും ആ ശീലം ഉണ്ടാകാം. എത്ര? 60% കുട്ടികൾക്കും. അത് എല്ലാവർക്കും തമ്പാവണമെന്നില്ല, ചെറു പുതപ്പായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇനി അതും കഴിഞ്ഞ് കുട്ടിക്ക് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തിന് 40% കുട്ടികൾക്കും ഈ ശീലം ഉണ്ടാവും. ബാക്കി 60% കുട്ടികൾക്കും ആ ശീലം ഒഴിവായി പോകും, അല്ലേ? അപ്പൊ എന്താ ഇതുവരെ മനസ്സിലായത്? ചെറുപ്രായത്തിൽ മിക്ക കുട്ടികൾക്ക് ഉണ്ടാവും, അത് നോർമലാണ്, നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. പ്രായം കൂടുന്തോറും തമ്പ് സക്ക് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരും. അങ്ങനെ 36 മാസം, ഏകദേശം ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും
40% കുട്ടികൾക്ക് മാത്രമേ ആ ശീലം കാണത്തുള്ളൂ. ഏകദേശം 4 വയസ്സാകുമ്പോഴത്തേക്കും മിക്ക കുട്ടികളും ആ ശീലം നിർത്തും. ക്ലിയർ ആണോ? അപ്പം ഇതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഇടപെടണമെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എന്ത് മനസ്സിലായി? 3 വയസ്സ് വരെ മിക്ക കുട്ടികൾക്കും ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ കുട്ടിയുടെ പല്ലിനൊന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് 3-4 വയസ്സിന് ശേഷം ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുത്താൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പം ചുരുക്കി പറഞ്ഞാൽ 4 വയസ്സിന് ശേഷവും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്താൽ മതി. എന്തുകൊണ്ടാണ് 4 വയസ്സ് വരെ നിങ്ങൾ കാര്യമായി ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, 4 വയസ്സ് വരെ ഇതൊരു നോർമലാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഡെവലപ്മെന്റൽ റീസൺ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചികിത്സ ഇത് എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിഹേവിയറൽ, അതായത് കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കിയും ബിഹേവിയറൽ തെറാപ്പീസ് വഴി മാറ്റുക എന്നുള്ളതാണ്. അതൊക്കെ പറയുന്നത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 വയസ്സാകണ്ടേ. ആ ഡെവലപ്മെന്റൽ റീസണും കൂടി ഉള്ളതുകൊണ്ടാണ് 4 വയസ്സ് വരെ നിങ്ങൾ കൺസേൺ ആവണ്ട എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു റീസൺ കൂടി ഉണ്ട്. 4 വയസ്സ് വരെ ഈ വിരൽ ഈമ്പിയോണ്ട് കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. അതും കഴിഞ്ഞ് ചെയ്യുന്നവർക്കാണ് പല്ലിലൊക്കെ കാര്യമായ പ്രശ്നം വരിക. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് 4 വയസ്സ് വരെ നിങ്ങൾ കാര്യമായ ഇടപെടൽ നടത്തേണ്ട എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 4 വയസ്സിന് ശേഷം ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തിലോട്ടാണ് പോണത്? ഇനി മാനേജ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ആണ്. ഫസ്റ്റ് തിങ്, അപ്പൊ ഇനി പറയാൻ പോണത് മാനേജ്മെന്റ് ആണ്. അത് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ മനസ്സിലാക്കുക 4 വയസ്സ് വരെ അത് നോർമലാണ്, ഒരു പ്രശ്നം ഉണ്ടാകാതെ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആശങ്കപ്പെടും 4 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വയസ്സ് വരെ. അപ്പം 2 മുതൽ 4 വയസ്സിന്റെ ഇടയ്ക്ക് മിക്ക കുട്ടികൾക്കും അത് മാറിപ്പോകും. മനസ്സിലായല്ലോ? സ്റ്റെപ്പ് 2, ഐഡന്റിഫൈ ദ ട്രിഗർ. ഈ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഏകദേശം ഒരു 3 മാസം അല്ലെങ്കിൽ 3 മുതൽ 4 വയസ്സ് ആയിട്ടും ആ തം സക്കിങ് നിർത്തുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യാണ്, അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം കൂടി വരികയാണ് ഒരു 4 മാസം ആകുമ്പോൾ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണ്? ചിലപ്പം ആ കുട്ടിയുടെ നിങ്ങൾ താമസിക്കുന്നതോ ആ കുഞ്ഞിന്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സ്ട്രെസ് ആ കുട്ടിക്ക് ഉണ്ട്. അത് ഇമോഷണൽ സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മീറ്റ് ചെയ്യാത്ത, നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാത്ത, ആരും അഡ്രസ്സ് ചെയ്യാത്ത എന്തോ ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല, പക്ഷെ മിക്ക കുട്ടികൾക്കും നിങ്ങളത് ചോദിക്കണം. പല കുട്ടികൾക്കും എന്തെങ്കിലും സ്ട്രെസ് ആയിരിക്കും ഈ 4 വയസ്സായിട്ടും മാറാതെ തുടരാനോ അല്ലെങ്കിൽ കൂടാനോ കാരണം. ചിലപ്പം വീട്ടിലൊന്നും വഴക്കായിരിക്കാം, പാരൻസ് പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അപ്പൊ നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യുന്ന രീതി എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടാകാം. ആ കുട്ടിക്ക് എന്തോ നമ്മൾ മീറ്റ് ചെയ്യാത്ത, നമ്മൾ സഹായിച്ചു കൊടുക്കാത്ത എന്തോ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാകാം. അത് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാകാം. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഞാൻ ഏതൊരു മാനേജ്മെന്റ് പറയുന്നതിന് മുമ്പ് ഇത് പറയാൻ കാരണം ഇതിന് അത്ര ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ആ കുട്ടി എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, അതിന് കാരണം വല്ലതുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരിച്ചു കൊടുക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജെന്റിൽ ബിഹേവിയറൽ മെഷേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുഞ്ഞിന് 4 വയസ്സായ കുട്ടിയാണ്, കാര്യം പറഞ്ഞാൽ മനസ്സിലായി തുടങ്ങും. കുഞ്ഞിനെ കാര്യം പറഞ്ഞ് അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുക. അപ്പൊ ആ കുട്ടി ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുക. ആദ്യമൊക്കെ ഭയങ്കര പാടായിരിക്കും, അറിയാം, പക്ഷെ പതിയെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കുഞ്ഞ് ആ ഒരു ശീലം ചെയ്യാതിരുന്ന കുഞ്ഞിനെ പ്രൈസ് ചെയ്യുക, കുഞ്ഞിനെ അഭിനന്ദിക്കുക, കുഞ്ഞിന് സ്റ്റാർ കൊടുക്കുക. അതെങ്ങനെ ഞാൻ പറയാം. അതോടൊപ്പം കുഞ്ഞിത് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒരു തരത്തിലും പണിഷ് ചെയ്യാതിരിക്കുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണല്ലോ? കുഞ്ഞിനെ പതിയെ ഡൈവേർട്ട് ചെയ്ത് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ച് കുഞ്ഞിനെ പ്രൊമോട്ട് ചെയ്യുക, ഇത് നിർത്താൻ. മറിച്ച് ഒരു തരത്തിലും എന്ത് ചെയ്യാതിരിക്കുക, പണിഷ് ചെയ്യാതിരിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഇത് കണ്ടോ, തമ്പ് സക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മൺഡേ തമ്പ് സക്ക് ചെയ്തില്ല, ഒരു സ്റ്റാർ. അപ്പൊ ആ വീക്ക് മൊത്തം കുട്ടി എത്ര സ്റ്റാർ കിട്ടി എന്നുള്ളത് ഒരു ചാർട്ട് പോലെ വരച്ചു വെക്കാം. അങ്ങനെ ഒരു 1 വീക്ക്, അങ്ങനെ ഒരു 1 മന്ത് കഴിയുമ്പോൾ 4 ആഴ്ചയിൽ
20 സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഒരു 15 സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ്. ഭയങ്കര കഠിനമായ ഈ തംസ് സക്കിങ് ശീലമുള്ളവർക്കൊക്കെ ചെറിയ സ്റ്റാറിന് ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പം ഒരു 10 സ്റ്റാർ കിട്ടിയാൽ അതിന് ഒരു ചെറിയ ഗിഫ്റ്റ്, അങ്ങനെ 3 ചെറിയ ഗിഫ്റ്റ് കിട്ടിയാൽ ഒരു വലിയ ഗിഫ്റ്റ്. അപ്പൊ ചാർട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ച് അതിന് പിന്മാറ്റുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതാണ് ബിഹേവിയറൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അപ്രോച്ച്. ക്ലിയർ ആണോ? ഇനി ഈ ബിഹേവിയറൽ അപ്രോച്ച് തന്നെ വരുന്ന ഈ സ്റ്റാർ കൊടുത്ത് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം വരുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞിനെ ഡൈവേർട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന വഴികളാണ് കുഞ്ഞിന് ഡ്രോയിങ്, ക്രാഫ്റ്റിങ് ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കാം. മൂന്നാമത്തെ മെത്തേഡ് മനസ്സിലായല്ലോ. ഫസ്റ്റ് വൺ നിങ്ങൾ മനസ്സിലാക്കുക, 4 വയസ്സ് വരെ ഉണ്ടാവും. സെക്കൻഡ് വൺ കുട്ടിക്ക് എന്തോ ഒരു സ്ട്രെസ് ഉണ്ട്, അത് കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ പറ്റുക അതുണ്ടെങ്കിൽ. മൂന്നാമത്തത് സൈക്കോളജിക്കൽ ബിഹേവിയറൽ മെത്തേഡാണ്. അവിടെ എന്തൊക്കെ ചെയ്യേണ്ടത്? കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ച് സ്റ്റാർ കൊടുത്ത് ഇത് നിർത്താൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കുഞ്ഞിനെ മറ്റ് എൻഗേജ്മെന്റ്സിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ക്രാഫ്റ്റിംഗ്, ഡ്രോയിങ് ഒക്കെ ഉള്ള പോലത്തെ ആക്ടിവിറ്റി. അപ്പൊ 3 മെത്തേഡ് കഴിഞ്ഞല്ലോ. ഇനി 4മത്തതാണ്, ഇത് വളരെ ആവശ്യമുള്ള കുട്ടികൾക്ക് മാത്രം ചെയ്യേണ്ടതാണ് 4മത്തെ മെത്തേഡ്. എന്താണ്? ഒരു 5-6 വയസ്സായിട്ടും മാറാത്ത കുട്ടികൾക്ക് നമുക്ക് ഗാഡ്സ്, അതുപോലെ അതായത് ഈ വിരൽ ഈമ്പാതിരിക്കാൻ അവിടെ ഗാഡ് ഇട്ട് കൊടുക്കും. കാണിച്ചു തരാം. ഇതുപോലെ ഈ പിക്ചറിൽ ഒരു കുട്ടി ചെയ്യുന്നത് കണ്ടോ? കാണിക്കാം. അപ്പൊ ഇതുപോലെ, സോറി, ഇതിൽ ഈ കുട്ടി കാണിക്കുന്ന പോലെ ഇതുപോലെ ഇത് കണ്ടോ? ഇവിടെ ഉണ്ട്. അതുപോലെ ഇതാണ് തമ്പ് ഗോഡ്. ഇത് കണ്ടോ? ഈ കുട്ടിയുടെ കയ്യിലിട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടി സക്ക് ചെയ്യാനുള്ള സാധ്യത കുറയും. അതുപോലെ മറ്റൊന്നാണ്, കയ്പ് ഉണ്ടാക്കുന്ന കുറെ സൊല്യൂഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് അതും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അത് ഓൺലൈനിലൊക്കെ ചിലർക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ അതിന്റെ സേഫ്റ്റി ഒക്കെ ഒരു കൺസേൺ ആണ്. അപ്പൊ അത് സേഫ് ആയിട്ടുള്ളത് വാങ്ങാൻ കിട്ടും നോക്കുക. എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കയ്പായിട്ടുള്ള വസ്തുക്കൾ കുറച്ച് പ്രായം കൂടിയ കുട്ടികൾക്ക് 4-5 വയസ്സിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ആർട്ടിക്കിൾ അത് പറയുന്നുണ്ട്. അത് പ്രാക്ടിക്കൽ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ തമ്പ് ഗാർഡ് ഒട്ടും ഈ ആദ്യം പറഞ്ഞ 3-4 സ്റ്റെപ്പിലും ഫെയിൽ ആയാൽ മാത്രം നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ അതാണ് 4മത്തെ വഴി. തമ്പ് ഗാർഡും കയ്പുള്ള വസ്തുക്കൾ കയ്യിൽ തേച്ചു കൊടുക്കുക. അത് കുഞ്ഞ് അറിയാതെ തേച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങി പിടിച്ചാൽ കുറെ സമയം കിട്ടും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണെന്നാണ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പൊ അത് ആർട്ടിക്കിൾസിൽ അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പൊ ഇനി അവിടെ ഏറ്റവും പ്രധാനമായി ഈ 4മത്തെ മെത്തേഡ് ലോങ് ടേമിലോട്ട് അത്ര എഫക്റ്റീവ് അല്ല. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആദ്യം 3 പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ പാരന്റ്സ് അതിന് തീരെ വില കൊടുക്കാറില്ല. പാരന്റ്സിനെ സംബന്ധിച്ച് പെട്ടെന്ന് എന്തെങ്കിലും മരുന്ന് കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുപോലെ തേക്കുന്ന, അങ്ങനെയല്ല. ആദ്യം പറഞ്ഞ 3 മെത്തേഡാണ് ഏറ്റവും എഫക്റ്റീവ്, സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഈ തമ്പ് ഗാർഡൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അത് അത്ര എഫക്റ്റീവ് അല്ല, ലോങ് ടേമിലോട്ട് അത് ഫെയിൽ ആവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ 3 നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്. അതാണ് ഇമ്പോർട്ടന്റ്. ഇനി 5മത്തെ വഴി, 5മത്തെ മെത്തേഡ്, ഇത് 5 ആണ്. 5മത്തെ മെത്തേഡ് ഡെന്റൽ ഇവാലുവേഷൻ. നിർബന്ധമായും ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ 3 വയസ്സ് മുതൽ കാണിച്ചു തുടങ്ങണം. ഇങ്ങനെ തംസ് സക്കിങ് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ 4 വയസ്സിൽ. ഇനി അതിന്റെ മുമ്പേ ഞാൻ പറഞ്ഞു 4 വയസ്സിനൊക്കെ ശേഷമാണ് പല്ല് പൊന്തി തുടങ്ങുക. പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് അതിന് മുമ്പേ പല്ല് പൊന്തി തുടങ്ങുന്നുണ്ടെങ്കിൽ 3-4 വയസ്സിൽ തന്നെ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിക്കണം. എന്തിനാ കാണിക്കുന്നത്? ഈ പൊന്തിയ പല്ലുകൾ താഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ടോ അതിന്റെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരാനും അതിന് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കാനും തീർച്ചയായും 3-4 വയസ്സ് മുതൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് 5മത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. അപ്പൊ അവര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നോക്കി മനസ്സിലാക്കി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരും. ഇനി 6മത്തെ മെത്തേഡാണ് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്. അപ്പം ഈ 1, 2, 3, 4 ഈ 4 മെത്തേഡും ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ 6മത്തെ മെത്തേഡിലോട്ട് പോകും. അതെന്തൊക്കെയാ? അത് നമ്മൾ ഇതുപോലെയുള്ള പാലറ്റൽ ക്രിബ്സും ബാറുകളും വെച്ചു കൊടുക്കും ഇതിനകത്ത്. ഇത് ആരാ ചെയ്യുക? ഇത് ചെയ്യുന്നത് പീഡിയാട്രീഷ്യൻ അല്ല, പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ നമ്മളെ പല്ലൊക്കെ ക്ലിപ്പ് ഇടുന്ന പല്ലിന്റെ ഡോക്ടേഴ്സ്, അവരാണ് ഇത് വെച്ചു കൊടുക്കുക. ഇത് എന്തിനാ വെക്കുന്നത്? 2 പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. ഒന്ന്, ഇത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങോട്ട് പ്രോപ്പറായി കൈ സക്കിയുള്ള ആ ശീലം ചെയ്യാൻ പറ്റില്ല.
ഞാൻ ചെയ്താലും മുകളിലോട്ട് ആ പ്രസ് അമരും, ഈ പല്ല് പൊതുന്ന ഒരു പരിധി വരെ കുറയും എന്നൊക്കെയാണ് ആർട്ടിക്കിൾസിൽ കാണുന്നത്. അപ്പൊ എന്തായാലും ഇത് ഞങ്ങളുടെ പണിയല്ല, ഇത് ചെയ്യേണ്ടത് പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിക്സ് ചെയ്ത, പക്ഷേ ഈ പല്ലിന് കമ്പി ഇടുന്ന ആ ഡോക്ടേഴ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അവരെ നിങ്ങൾ കാണിച്ച് ചെയ്താൽ ഈ മെത്തേഡ് കിട്ടും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. ആദ്യം പറഞ്ഞ മെത്തേഡ് ഒന്നും പറഞ്ഞിട്ട് ശരിയാവുന്നില്ല. കുട്ടിക്ക് 6-7 വയസ്സായി, ഭയങ്കര കാര്യമായ മാറ്റമുണ്ട്, പ്രായം കൂടിയിട്ടും മാറുന്ന ഒരു ലക്ഷണമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അവസാനത്തെ വഴിയായിട്ടാണ് ഇത് പൊതുവെ പറയപ്പെടുന്നത് പീഡിയാട്രിക്സിൽ. അതാണ് 7th മെത്തേഡ്. അത് ഇവിടെ കണ്ടോ, 6 വയസ്സിന് ശേഷം ഇതൊക്കെ ചിന്തിച്ചാൽ മതി, അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞതൊന്ന് ഷോർട്ടായി പറയാം. തം സക്കിങ് 2 to 4 ഇയർ വരെ നോർമൽ ആണ്. ആദ്യം ചെയ്യേണ്ട കാര്യം, കുട്ടിക്ക് എന്തെങ്കിലും ഇമോഷണൽ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ട്രിഗേഴ്സ് ഉണ്ടോ, കുട്ടിയെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഫസ്റ്റ്. അത് റിയസ്യൂർ ചെയ്യുക, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. പിന്നെ ബിഹേവിയറൽ തെറാപ്പി, നമ്മൾ സ്റ്റാർ കൊടുക്കുക, കുട്ടീനെ മറ്റ് കാര്യങ്ങളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അത് നടക്കാത്തവർക്ക് സപ്പോർട്ടീവ് മെഷേഴ്സ്. എന്തൊക്കെയാ സപ്പോർട്ടീവ് മെഷേഴ്സ്? ടം ഗാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും കയ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്, അത് ചെയ്യാം. അതുപോലെ 3 വയസ്സ് മുതൽ ഡെന്റിസ്റ്റിനെ കാണിച്ചു കൊടുക്കണം. 6 വയസ്സായിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ ഓർത്തോഡോണ്ടിക്സ്, അതായത് പല്ലിന്റെ അകത്ത് ആ ബാറുകളും മറ്റും ഇട്ട്, അതാണ് അവസാനത്തെ വഴി. ഇങ്ങനെയാണ് ഒരു തം സക്കിംഗ് ഉള്ള കുട്ടിയെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അടുത്ത പീഡിയാട്രിക് ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ആഴ്ചയിൽ 1-2 ടോപ്പിക്ക് ഞാൻ ഡീറ്റെയിൽഡ് ടോപ്പിക്സ് ഇവിടെ യൂട്യൂബിൽ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. മറ്റു പാരന്റ്സിലോട്ടൊന്ന് എത്തിച്ചു കൊടുക്കുക. കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.